വിവാദങ്ങൾക്കൊടുവിൽ സപ്ലൈകോയുടെ ഈ വർഷത്തെ കാസർഗോഡ് ജില്ലാതല ഓണം ഫെയർ നീലേശ്വരത്ത് വെച്ച് നടത്താൻ തീരുമാനമായി. ഇതിനായി സംഘാടക സമിതിയും രൂപീകരിച്ചു. സന്ദീപ് വാര്യർ MLA സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad, also at Kannur, Irati and Pattambi. വർഷങ്ങളായി കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് നടത്തിവന്ന സപ്ലൈകോയുടെ കാസർഗോഡ് ജില്ലാതല ഓണം ഫെയറാണ് ഒടുവിൽ നീലേശ്വരത്ത് നടത്താൻ തീരുമാനിച്ചത്. ഇത്തവണയും ഇതിന് കാഞ്ഞങ്ങാട്ട് തന്നെ വേദിയൊരുക്കാനായി നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കാനിരിക്കെയാണ് മേള നീലേശ്വരത്തേക്ക് മാറ്റിയത്. ഇതിന്റെ വിജയകരമായ നടത്തിപ്പിനായി സംഘാടക സമിതിയും രൂപീകരിച്ചു. സന്ദീപ് വാര്യർ MLA സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കാരണം കാലങ്ങളായിട്ട് കാഞ്ഞങ്ങാടാണ് ഈ ഓണം ഫെയർ നടത്തുന്നത്. ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികളൊക്കെ അവർക്ക് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതാണ്. ആ വ്യവസ്ഥയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ ഉദ്ഘാടനത്തെ വെച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല നമ്മളിപ്പോൾ ചേഞ്ചൊക്കെ വേണ്ടേ, ഒരു മാറ്റമൊക്കെ വേണ്ടേ. ഇപ്പം ജില്ലാ ഓണം ഫെയറാണ്. സാധാരണ ജില്ലാ അവസാനം സംഘടിപ്പിക്കുകയാണെങ്കിൽ നമുക്കതൊരു പ്രശ്നമില്ല. പക്ഷെ ഇത് അങ്ങനെയാണ്. നിരന്തരമായിട്ട് കാഞ്ഞങ്ങാട് സംഘടിപ്പിക്കുമ്പോൾ ഒരു അവസരം നമുക്ക് കൂടി കിട്ടിയ നീലേശ്വരത്തിനെ നമുക്കൊന്ന് തിരിച്ച് അതിൻ്റെ ഒരു ബിസിനസ്സൊക്കെ വ്യാപാരമൊക്കെ ഒന്ന് അഭിവൃദ്ധിപ്പെടുത്താൻ സാധിക്കുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. തുടർന്ന് ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ അനൂപ് ജേക്കബുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ അനുകൂലമായിട്ട് നിലപാട് കൈക്കൊണ്ടു. ചടങ്ങിൽ നീലേശ്വരം നഗരസഭാ ചെയർമാൻ PP മുഹമ്മദ് റാഫി അധ്യക്ഷനായി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PM സന്ധ്യ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ മാമുനി വിജയൻ, അഡ്വക്കേറ്റ് നസീർ, സാഗർ ചാത്തമത്ത്, P വിജയകുമാർ, ഉമേശൻ, പ്രസ് ഫോറം പ്രസിഡന്റ് സേതു ബംഗളം തുടങ്ങിയവരും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.